വിശുദ്ധവൽക്കരിച്ചിട്ട് ഇവിടെ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് അവതരിപ്പിക്കുകയാണ് മഹത്തായ കാര്യങ്ങൾ. ആകെ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ നിന്ന് പോലീസ് വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തെ ഒരു പരിക്കുമില്ലാതെ കോടതി ഹാജരാക്കി. കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല. ഇദ്ദേഹം പറഞ്ഞ പോലെ 2-3 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടിയ സന്തോഷം, പുറത്തിറങ്ങട്ടെ. അപ്പോൾ മറ്റേ കേസില്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാം. അല്ല, വ്യാജ തിരുത്തൽ കാർഡിൻ്റെ വേറെ തെളിവുകൾ വന്നാൽ പിന്നെ ആ കേസോട് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ നിയമവാഴ്ചയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ അഹങ്കാരമില്ല. ഞങ്ങൾ ആകെ ചെയ്തത് കേരളത്തോട് പറഞ്ഞു, ഞങ്ങൾ മന്ത്രിസഭ ഒരു നവകേരള യാത്രയ്ക്ക് വരുന്നുണ്ട്, ദയവായി ജനങ്ങൾ വരണം. 140 മണ്ഡലത്തിലും നാട്ടുകാർ വന്നു. അതിനെ തടയാൻ വേണ്ടി കേരളത്തിന് വടക്കും തെക്കോട്ട് നോക്കിയാൽ 100-300 പേര് കരിങ്കൊടിയായിട്ടിറങ്ങി. കുറേ സ്ഥലത്ത് സ്ഥിരം ആളുകൾ വന്നാൽ ഇന്ന് സ്ഥിരം നാടകവേദി നടത്തിയത്. ഈ 100-300 ആളുകളുടെ പേക്കൂത്തിന് മുന്നിൽ കേരളം തലകുനിച്ചില്ല. AK സെന്റർ ആക്രമിച്ചു, ഞങ്ങൾ തലകുനിക്കണമായിരുന്നു. AK സെന്റർ ആക്രമിച്ചിട്ടും ഞങ്ങൾ തലകുനിക്കണമായിരുന്നു. അതിന്റെ പ്രതിയെ പിടിച്ച അയ്യോ പി ശശി. ഇതല്ലേ നിങ്ങളുടെ വാദം? നിങ്ങൾക്ക് കേരളത്തിൽ വിമോചന സമരകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMSനെ ഈയല് പോലെ ഉറപ്പിക്കും, പൂശി. ആഗ്രഹമായിരുന്നു കേട്ടോ, ആഗ്രഹമായിരുന്നു കേട്ടോ. ആ ആഗ്രഹങ്ങളൊന്നും നടക്കാത്തതിൻ്റെ സങ്കടമാണ്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് സംബന്ധിച്ചു. നവകേരള സദസ്സ് എന്തിനാന്ന് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി സാറിന് മനസ്സിലാവില്ലല്ലോ, കാരണം നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളെ മനസ്സിലാക്കില്ല. ഈ രാത്രിയിലെങ്കിലും അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങളുടെ സമരം എന്തിനാണ് കരിങ്കോട് സമരം? എന്താ ഡിമാൻഡ്? ഈ സമരം കൊണ്ട് കേരളത്തിന് കിട്ടിയ ഗുണം എന്താണ്? നിങ്ങൾ പറയണം. കേരളത്തിലെ ജനങ്ങളുടെ ഇന്ന വിഷയത്തിന് UDF സമരം ചെയ്തു. കേരളത്തിന് കിട്ടിയ ഗുണം എന്താ? അതാദ്യം ഒന്നാമത്തെ കാര്യം നേട്ടം പറയാം. ഒന്നാമത്തെ കാര്യം ഞാൻ കേരളത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെ തകർക്കുന്നു? ഞാൻ പറയാം. കേരളത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെ തകർക്കുന്നു? നിങ്ങൾ പറഞ്ഞു കേരളം മുടിയുന്നു. ഞങ്ങൾ പറഞ്ഞു കേരളം മുടിയുകയല്ല. ഇന്ത്യ രാജ്യത്ത് കേരളം 1-ാം സ്ഥാനത്ത്. ഇന്ത്യ രാജ്യത്തെ കേരളം 1-ാം സ്ഥാനത്ത് അഭിമാനപുരസ്സരം പറയാൻ, കേരളത്തിലൂടെ പറയാൻ ഈ ഗവൺമെന്റേ ഉള്ളൂ. ഏത് കാര്യത്തിലും ഗവൺമെന്റ് കേരളത്തിലൊന്നില്ലേ. രണ്ടാമത് നിൽക്കുന്ന ഒരു കാര്യം പറ. കേരളം ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ രണ്ടാമത് നിൽക്കുന്ന ഒരു കാര്യം പറ. എല്ലാ വികസന സൂചികയിലും കേരളം മുമ്പിലാണ്. കേരളം ഏറ്റവും അഭിമാനകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കേരളത്തെ ഉയർത്താൻ ഒരു സർക്കാരിന് പദ്ധതിയുണ്ടെന്ന് ഞാൻ പറയട്ടെ. ജനാധിപത്യത്തിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ അടുത്ത് എന്നിട്ട് പ്രോഗ്രസ് കാർഡ് പ്രകാരം ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, ബാക്കി കാര്യോട് ചെയ്യാൻ പോവാണോ നാട്ടുകാരെ കണ്ട് പറയാൻ സർക്കാർ പോയാൽ നിങ്ങൾക്ക് എന്താ വിഷമം? ഈ സർക്കാർ പ്രകടന പത്രിക നടപ്പാക്കിയത് എങ്ങനെ? അത് നാട്ടുകാരോട് പറയാൻ പോയാൽ നിങ്ങൾക്ക് എന്താ വിഷമെന്ന്? നിങ്ങൾ തടഞ്ഞിട്ടും ദേശീയപാത വന്നതിന്റെ വിഷമാണോ? നിങ്ങൾ തടഞ്ഞിട്ടും കൂടംകുളം പവർ ഹൈവേ വന്നതിന്റെ വിഷമാണോ? നിങ്ങൾ തടഞ്ഞിട്ടും ഗെയിൽ പൈപ്പ് ലൈൻ വന്നതിന്റെ വിഷമാണോ? നിങ്ങൾ തടഞ്ഞിട്ടും പിരിച്ചുവിടുമെന്ന് പറഞ്ഞിട്ടും കേരള ബാങ്ക്, ഹരിത കേരള മിഷൻ, ആർദ്രം, നിങ്ങൾ പറഞ്ഞതാണല്ലോ ഇതെല്ലാം പൊളിക്കുമെന്ന് പറഞ്ഞാണല്ലോ. നടക്കുകയില്ല. K-ഫോൺ. ഞാൻ ചോദിക്കുന്ന, നിങ്ങൾ ഈ അഴിമതി പൂർണ്ണം പോലും ഇല്ലല്ലോ. കേരളത്തിലെ സർക്കാരിനെതിരെ ഒരു കോടതിയിലും ഒരു ആക്ഷേപവും നിലവിലില്ലല്ലോ. അത്രത്തോളം വിശുദ്ധമാണ് ഈ സർക്കാർ, ധവളമാണ് ഈ സർക്കാർ. അത് ജനങ്ങളോട് പറയാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. അത് കേൾപ്പിക്കരുത്. നിങ്ങൾ ആഗ്രഹിച്ച് 100-300 പേര് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒറ്റ വാചകം സാറേ. കേരളത്തിലെ നിത്യനിദാന ചെലവുകൾ നടത്താൻ കേരളത്തിന്റെ ഖജനാവില് എരി പെറ്റുകിടക്കുകയാണ് സാർ. എന്നിട്ട് വലിയ 1-ാം സ്ഥാനത്തെക്കുറിച്ച് പറയുകയാണ് സാർ. എനിക്ക് CPM പ്രതിനിധിയോട് പറയാനുള്ളത്, കേരളത്തിലെ കരുവന്നൂർ അടക്കമുള്ള കണ്ടളയടക്കമുള്ള സഹകരണ ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപ കട്ടുമുടിച്ചവർ, പാവപ്പെട്ട നിക്ഷേപകരുടെ പണം കൊടുത്തിട്ട് അത് തിരിച്ചടച്ചിട്ട് സാർ വന്നിട്ട് ഈ 1-ാം സ്ഥാനത്തെക്കുറിച്ചും ഈ ധവള സുന്ദരമായ കേരളത്തെക്കുറിച്ചും പ്രസംഗിക്കണം സാർ. ആദ്യം അത് ചെയ്യൂ സാർ. പാവപ്പെട്ടവൻ്റെ അവൻ 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 1 രൂപ 2 രൂപ കരുതി വെച്ച പണം സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അത് കട്ടുമുടിച്ചവരെ കുറിച്ച് ആ പണം തിരികെ നൽകിയിട്ട് സാർ ഈ ധവള കേരളത്തെ കുറിച്ച് സംസാരിച്ചാൽ കുറെ ശ്രദ്ധിക്കും. എന്തോ 1-ാം സ്ഥാനത്താണ് അത്രേ. അത് അങ്ങോട്ട് എനിക്ക് രാജീവിനെ കരുണാകരന്റെ പോലീസ് കൈകാര്യം ചെയ്താണ് ഞാൻ കാണിച്ചത്. തൊട്ടു താഴെ ഇന്നത്തെ നിങ്ങളുടെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണ്?
അദ്ദേഹം ചിരിക്കുകയാണ്. കേരള പോലീസ് നിയമാനുസരണം പ്രവർത്തിച്ചിട്ടുള്ളൂ. Yes, yes. ഞാൻ പിന്നെ അത് ഇതൊക്കെ മറ്റവരോടുള്ള അനുഭവിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. കൂട്ടിച്ചേർക്കലാണ്. അതിൽ കൂടുതലൊന്നുമില്ല. ഞാൻ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള അതേക്കുറിച്ച് ഒറ്റ വാക്ക്. ഞാൻ നിങ്ങൾ പി രാജീവിന്റെ പടം കാണിച്ചല്ലോ. എന്റെ ഫോണിലെ പടമില്ലെങ്കിൽ അജയ് തറയിൽ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു, ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവാ. അയാളുടെ ചിത്രമുണ്ട് സാർ. ഇന്ന് ആളുകളുടെ ഫോണുകളിൽ അതുമുണ്ട്. നിങ്ങളെ മറന്നു പോകരുത്. അജയ് തറയലിനെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയത് അന്നത്തെ LDF സർക്കാരാണ്. Debate with MV Nikesh Kumar.